ഹായ് ഓൾ, ഇന്ന് നമ്മൾ റൈറ്റിങ്ങിലൂടെ നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള എല്ലാവിധ സങ്കടങ്ങളെയും വിച്ച് വൺ യു ഫീൽ നെഗറ്റീവ്, നമുക്കൊരു ഗുഡ് ഫീൽ തരാത്ത മെമ്മറീസും ഇവൻസും ആ സങ്കടങ്ങളൊക്കെ മനസ്സിലുണ്ടാവില്ലേ, അത് എഴുതുക. കണ്ണുകളടച്ചിരുന്നിട്ട് ആ മെമ്മറികളെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കുക. നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മുടെ ബോഡിയിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഭയങ്കര സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉള്ള ഇമോഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരും. നെഞ്ചിൽ ഭയങ്കര ഒരു ഹെവിനെസ് തോന്നും, തലയിലൊരു തലവേദന പോലെ, വയറ്റിലൊരു വയറുവേദന പോലെ ഒക്കെ ആയിരിക്കും നമ്മൾക്കത് ഫീൽ ചെയ്യുക. നമുക്കുണ്ടാകുന്ന വിഷമങ്ങളെല്ലാം നമ്മുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുവാണ്. നമ്മളെ തന്നെ അത് റിലീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വളരെയധികം സൈക്കോസൊമാറ്റിക് ഡിസീസ് വരെ ഉണ്ടാകാനും ഈ വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നാലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ഒരു റൈറ്റിങ്ങിലൂടെ എഴുതിയിട്ട് എല്ലാം നമ്മൾക്ക് മാറ്റേണ്ടതുണ്ട്. ആ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, വിഷമം അതെല്ലാം എന്തൊക്കെയാണോ അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ എഴുതിയിട്ട് കംപ്ലീറ്റ് ഇമോഷൻസ് നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മളോട് തന്നെ പറയുകയാണ്. അത് ചിലപ്പം പുറത്ത് ഏതെങ്കിലും സന്ദർഭത്തിലാകാം, ഒരു പാർട്ടി നടക്കുന്ന സമയത്താകാം, മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തതായിരിക്കാം. എങ്ങനെയാണേലും അത് എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് തുടച്ച് നീക്കണം. ഞാനിത് എന്നേക്കുമായിട്ട് വിട്ട് കളയുകയാണെന്ന് റിപ്പീറ്റഡായിട്ട് പറയണം. നമ്മൾ എല്ലാ വിഷമങ്ങളും പേപ്പറിൽ എഴുതിയതിന് ശേഷം അതൊന്നെങ്കിൽ കീറിക്കളയാം, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയാം. ഇതൊരു മന്ത്രം പോലെ അതിന് ശേഷം നമ്മുടെ ലൈഫിൽ അന്നത്തെ ദിവസം മൊത്തത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, ഞാനിതെല്ലാം പുറത്ത് കളയാൻ തയ്യാറാണ്. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാനിത് ഉപേക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ മൊത്തത്തിൽ ആ ഒരൊറ്റ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാനത് എന്നിൽ നിന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഐ ആം വില്ലിങ് ടു ഫൊർഗീവ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, ദെൻ ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, താങ്ക് യു.